ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം അത് ബ്രസീലിയൻ ആരാധകരുടെ ഹൃദയം തകർത്ത ഒരു മത്സരമായിരുന്നു. ഒരു ഘട്ടത്തിൽ നെയ്മർ കിടിലൻ ഗോളൊക്കെ നേടിക്കൊണ്ട് ബ്രസീലിയൻ ആരാധകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. പക്ഷേ പിന്നീട് ബ്രസീൽ ഒരു ഗോൾ വഴങ്ങി. മാത്രമല്ല, പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബ്രസീൽ പരാജയപ്പെട്ടു. പെനാൽറ്റി ഷൂട്ടൗട്ടിലെ 5ാമത്തെ പെനാൽറ്റി ആയിരുന്നു പരിശീലകനായ ടിറ്റെ നെയ്മർക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ ബ്രസീൽ തോൽവി സമ്മതിക്കുകയായിരുന്നു. റോഡ്രിഗോ, മാർക്കിഞ്ഞോസ് എന്നിവർ പെനാൽറ്റി പാഴാക്കിയതോടുകൂടി ബ്രസീൽ മത്സരത്തിൽ പരാജയം രുചിച്ചു എന്നുള്ളതാണ്. അതേക്കുറിച്ച് ടിറ്റെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് അന്ന് നെയ്മർക്ക് 5ാമത്തെ പെനാൽറ്റി നൽകാൻ തീരുമാനിച്ചത് അത് തെറ്റായിപ്പോയി. ആദ്യത്തെ പെനാൽറ്റി തന്നെ നെയ്മർക്ക് നൽകണമായിരുന്നു എന്നാണ് ടിറ്റെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർക്ക് ആദ്യ പെനാൽറ്റി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഞാനാണ്. ശരിക്കും അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ കരുതിയത് 5ാമത്തെ പെനാൽറ്റി ആയിരിക്കും ഏറ്റവും സമ്മർദ്ദം കൂടിയ പെനാൽറ്റി എന്ന്. അത് നെയ്മറെ കൊണ്ട് അടിപ്പിക്കാനായിരുന്നു തീരുമാനം. ഒളിമ്പിക്സിൽ നെയ്മർ 5ാമത്തെ പെനാൽറ്റി ആയിരുന്നു എടുത്തിരുന്നത്. അന്ന് കിരീടം നേടുകയും ചെയ്തു. പക്ഷേ ഇത്തവണ അത് സംഭവിച്ചില്ല. ഇതാണ് ടിറ്റെ പറഞ്ഞിട്ടുള്ളത്. അതായത് 5ാമത്തെ പെനാൽറ്റി ആയിരുന്നു നെയ്മർക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നത്. ഏറ്റവും പ്രഷറുള്ള ഒരു പെനാൽറ്റി അതായിരിക്കുമല്ലോ എന്നായിരുന്നു ടിറ്റയുടെ കണക്ക് കൂട്ടൽ. പക്ഷെ അതിനു മുന്നേ തന്നെ 2 താരങ്ങൾ പെനാൽറ്റി പാഴാക്കിയതോടുകൂടി എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി എന്നുള്ളതാണ്. ഏതായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശ നൽകിയ മത്സരമായിരുന്നു അത്. പ്രത്യേകിച്ച് നെയ്മറുടെ ആ ഗോളൊക്കെ അത് ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയ ഒന്നായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.